ഹായ് ഫ്രണ്ട്സ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ലേറ്റ് തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ആണ്. നോമ്പ് തുറക്കുന്ന സമയത്തേക്കൊക്കെ വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ ഇത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കട്ലേറ്റ് തയ്യാറാക്കുന്നതിന് ഞാൻ കുറച്ച് ചിക്കൻ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തതാണ്. എല്ലോട് കൂടി തന്നെയാണുള്ളത്. ഇനി ഇത് എല്ലൊക്കെ നീക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അങ്ങ് അരഞ്ഞു പോകരുത്. 2 തവണയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒന്നായിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അടിയിലുള്ളത് നന്നായിട്ട് അങ്ങ് അരഞ്ഞു പോകും, മുകളിലുള്ളത് ക്രഷ് ആവാതെ ആയിരിക്കും. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിതാ ഇതിലേക്ക് 4 ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. തൊലിയോട് കൂടി തന്നെ വേവിച്ചെടുത്തതാണ്. ഒരല്പം മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഫുൾ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 3 വിസിലും വരുന്നത് വരെ വേവിച്ചെടുത്തതാണ്. കംപ്ലീറ്റ് പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്ന് തൊലി കളഞ്ഞ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ട് ഉടഞ്ഞ് സ്മൂത്തായി പോകണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിതൊരു പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 സവാള മീഡിയം സൈസിലുള്ളതാണ്, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ചിക്കനിലും ഉരുളക്കിഴങ്ങിലൊക്കെ ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിലേക്ക് മാത്രം പാകത്തിനുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാനിതാ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പിലയും ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ സവാള നന്നായിട്ടൊന്ന് വഴന്ന് പോവേണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. അപ്പോൾ ഇതുപോലെ ആയതിനു ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം വലിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ അതും ചേർത്ത് കൊടുക്കാം. ഞാൻ മല്ലിപ്പൊടിയിൽ എല്ലാം കൂടി ചേർത്ത് പൊടിപ്പിച്ചെടുത്തതാണ്, അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ചിക്കൻ മസാലയൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ ചേർത്തിട്ടുള്ള മസാലയൊക്കെ ഇതിലേക്ക് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കട്ലറ്റിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ചൂടാറി കഴിഞ്ഞതിന് ശേഷം കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മസാല എടുക്കാം. എന്നിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ മതി. എന്നിട്ടിൻ്റെ സൈഡിലൊക്കെ ഒന്ന് റൗണ്ടാക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഇതുപോലെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റാക്കി വെച്ചിട്ടുണ്ട്. 3 സ്ലൈസ് ബ്രെഡ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷാക്കി അതും വെച്ചിട്ടുണ്ട്. ഇനി ഓരോ കട്ലറ്റായിട്ട് നമുക്ക് ഈ മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയെടുക്കാം. ഇനി ഇത് ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം.
മസാലയെല്ലാം നമുക്ക് ഒരുമിച്ച് തന്നെ ഷേപ്പാക്കി വെക്കാം കേട്ടോ. പക്ഷേ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടുതൽ സമയം വെക്കരുത്. അപ്പോൾ ഒരു 3-4 ഒക്കെ കോട്ട് ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണേ ഒരുമിച്ച് തന്നെ. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതാ ഒരു 4 എണ്ണം ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗവും ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അടിപൊളി ടേസ്റ്റുള്ള കട്ട്ലേറ്റാണ് കേട്ടോ ഇത്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ആർക്കും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.